നമുക്കിനി ഈസി ആയിട്ടൊരു നെയ്ച്ചോറും ചിക്കൻ വറുത്തതും ഉണ്ടാക്കിയാലോ. ചിക്കൻ കറിയല്ല, ചിക്കൻ വറുത്തത്, പിന്നെ ഇച്ചിരി തൈരും കുറച്ച്, അത്രേ ഉള്ളൂ. നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ പ്ലാനിങ്ങിൽ കുറച്ച് ചേഞ്ച് വന്നു. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും മാറ്റി വെച്ച് നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം മാമൻ്റെ മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് ബിരിയാണി എന്ന് വെച്ചാൽ കോഴിക്കോട് ബീഫ് ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അച്ചു നന്നായിട്ട് ആ ബിരിയാണി ഉണ്ടാക്കും. പക്ഷെ അന്ന് അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ കൊള്ളാം. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടും ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, അതും ബീഫ്. പിന്നെ പെട്ടെന്ന് പോയി ബീഫൊക്കെ മേടിച്ച് അരിയൊക്കെ മേടിച്ച് ഞങ്ങളിവിടെ ഇല്ലാഞ്ഞിട്ട് ടൗണിൽ പോയി ബീഫ് വരുത്തിച്ചു. കാരണം ഇവിടെ അടുത്തൊന്നും ആ സമയത്ത് ബീഫ് ഇല്ലായിരുന്നു. ടൗണിൽ കൊടുക്കുന്നുണ്ടായിരുന്നു, ഈ അടുത്ത് ഞങ്ങളുടെ അടുത്തില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പിന്നെ ചൂടാണ്, അടുക്കളയിൽ ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ, അത് വേറൊരു കാര്യം. അത് വളരെയധികം ദാരുണമായൊരു കാര്യമാണ് ഈ ചൂടത്ത് അടുക്കളയിൽ നിൽക്കുക. ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചത്. തിന്നാൻ തുടങ്ങിയപ്പോൾ രാത്രിയായി. പിന്നെ പെട്ടെന്ന് ദമ്മൊക്കെ ഇട്ടു. ഈ